വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ നാളത്തെ സുധീഷിനെ നിധിയുടെ കഥയിൽ നിധിക്ക് വലിയൊരു സർപ്രൈസ് കൊടുക്കുകയാണ് നമ്മുടെ സുഭാഷ് ജോലി കഴിഞ്ഞ് വരുന്ന വഴിയിൽ രാജീവനെ കണ്ടുമുട്ടുക അല്ലേ. രാജീവനെ കണ്ടുമുട്ടുമ്പോൾ രാജീവൻ തൻ്റെ ഡ്രൈവറോട് പറയുകയാണ് നിധിയുടെ വീട് അല്ലെങ്കിൽ സുധീഷിൻ്റെ വീട് ഏതാണ് എന്ന് അന്വേഷിക്കാൻ പറയുകയാണ്. അപ്പം രാജീവൻ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നിധിയുടെ വീട്ടിലേക്ക് വരുന്നത്. അതിനു മുമ്പ് തന്നെ സുധീഷിനെ വാഹനത്തിൽ വെച്ച് സംസാരിക്കുന്നതിനിടയിൽ ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു വെല്ലുവിളിക്കുന്നുണ്ട്. ഒരാഴ്ചക്കകം നിധി നിന്നെ വെറുത്ത് നിന്നെ ഉപേക്ഷിച്ച് എൻ്റെ വീട്ടിലേക്ക് എന്നോടൊപ്പം വരും, അത് നീ നോക്കിക്കോളാൻ പറയാണ്. അപ്പോൾ സുധീഷ് അത് വലിയ കാര്യമാക്കുന്നില്ല. കാരണം ഇത്രയും നാൾ സുധീഷിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ അതുപോലെ എന്തെങ്കിലും വെറും വാക്കുകളായിരിക്കും എന്ന് കരുതി. പക്ഷെങ്കിൽ നിധിയുടെ അച്ഛന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നിധിയെ അന്വേഷിച്ച് തൻ്റെ വീട്ടിലേക്ക് വരുന്നത്. പാവപ്പെട്ട സുഭാഷ് ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. അങ്ങനെ നിധിയെ കാണുവാനുള്ള തൻ്റെ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക, അത് നിധിയുടെ അച്ഛൻ്റെ മനസ്സ് മാറി എന്ന് കരുതി വീട്ടിലേക്ക് കൊണ്ടുപോയില്ലേ. അങ്ങനെ വീട്ടിൽ ചെന്ന് നിധിയെ വിളിക്കുകയാണ്. നിധി ഇറങ്ങി വരാൻ പറയുകയാണ്. ധാരാണ് വന്നിരിക്കുന്നത് നോക്കാൻ പറയുമ്പോൾ നിധി ഇതാ സുഭാഷേട്ടാ ഞാൻ വരികയാണ് എന്ന് പറഞ്ഞ് അകത്തു നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച നിധിയുടെ അച്ഛൻ ആ വീടിന് മുൻപിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അത്ഭുതപ്പെട്ടു പോവുകയാണ് നിധി. കാരണം ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ ഒരു കാഴ്ച നിധി കാണുകയാണ്. അങ്ങനെ നിധി തൻ്റെ അച്ഛൻ്റെ അടുക്കൽ ഓടിച്ചെന്ന് അച്ഛാ എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ച് ഓടിച്ചെല്ലുകയും മോളെ എന്ന വിളി കേൾക്കുമ്പോൾ നിധി തൻ്റെ അച്ഛനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമാകുന്ന രംഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. അതിനോടൊപ്പം നിധിയുടെ അച്ഛന് വലിയ ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് സുധീഷായിരിക്കും. സുധീഷിനെ ഭീഷണിപ്പെടുത്തുകയും അതിനുശേഷം നിധിയോടൊപ്പം സുധീഷിനെ കാണുമ്പോൾ സുധീഷിനെ സ്നേഹത്തോടു കൂടി ഒരു മരുമകൻ്റെ സ്ഥാനം കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും വാരിപ്പൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനൊപ്പം ആരും കാണാതെ സുധീഷിനെ ഉപദ്രവിക്കുകയും അതുപോലെ നിന്ദിക്കുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളൊക്കെ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അതിൻ്റെ തുടക്കം നാളത്തെ എപ്പിസോഡിലായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് സുഭാഷ് കരുതിയത് നിധിയുടെ അച്ഛൻ നിധിയോടുള്ള സ്നേഹം കൊണ്ട് വന്നതായിരിക്കാം. നിധിയോട് സ്നേഹമുണ്ട്, പക്ഷെങ്കിൽ രണ്ടുപേരെയും സ്വീകരിക്കാൻ തയ്യാറായി വന്നതായിരിക്കാം എന്ന് കരുതി വിരുന്നൊരുക്കുകയും അങ്ങനെ സുഭാഷും നിധിയും നികേഷുമൊക്കെ കൂടി നിധിയുടെ അച്ഛന് വലിയൊരു വിരുന്നൊരുക്കിയാണ്. അപ്പം മുൻപ് കാലങ്ങളിൽ നിധിയുടെ ഏട്ടത്തിൽ വന്നപ്പോൾ വീട്ടിൽ വന്ന് വളരെ ദുഃഖിതയായി മടങ്ങിപ്പോയൊരു കാഴ്ചയുണ്ട്. അതുപോലെ ആയിരിക്കാം നിധിയുടെ അച്ഛൻ ഇവിടെ വന്ന് ആഹാരമൊന്നും കഴിക്കില്ല, ചായ പോലും കുടിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ സുഭാഷ് കരുതി. പക്ഷെങ്കിൽ കാര്യം പറഞ്ഞത് നിധിയുടെ അച്ഛൻ പറയാണ്, നിങ്ങൾ കഴിക്കുന്ന ആഹാരം ഞാൻ കഴിച്ചാൽ എന്താണ് കുഴപ്പം, എനിക്കതിന് തയ്യാറാണ്, നിങ്ങൾ ആഹാരം ഉണ്ടാക്ക്, ചായ ഉണ്ടാക്ക്, ഞാൻ കഴിക്കാമെന്ന് പറയുകയും എൻ്റെ മോള് താമസിക്കുന്ന വീടല്ലേ, എൻ്റെ മോളുടെ വീടല്ലേ, ഇവിടുന്ന് എനിക്ക് കഴിച്ചില്ലെങ്കിൽ ശരിയാവോ എന്ന് പറയുകയും പെട്ടെന്ന് തന്നെ സുഭാഷും നിധിയൊക്കെ ചെന്ന് ആഹാരമുണ്ടാക്കി തങ്ങളോട് ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കുന്ന ഒരു മനോഹരമാകുന്ന കാഴ്ചയൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട് കേട്ടോ. ഇതിന് പിന്നിൽ വലിയൊരു ചതിയുണ്ട് എന്നുള്ളത് വരുന്ന ദിവസത്തെ എപ്പിസോഡ് നമുക്ക് കാണാം. വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.